മഹത്വമുണ്ടാകട്ടെ. സിനഗോഗില് കർത്താവ് വചനം പ്രഘോഷിക്കാനായിട്ട് എണീറ്റ് ചെയ്യുന്നപ്പോ നമ്മ അവിടെ വായിക്കുന്നത് പ്രായമുള്ള എല്ലാ കണ്ണുകളും അവനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു എന്ന് വചനം പറയുന്ന പോലെ ഞാനിപ്പോ ഈ വേഷത്തില് സാക്ഷ്യം പറയാനായിട്ട് എണീറ്റപ്പോ പല കണ്ണുകളും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. വിശേഷാൽ മതപൗരോഹിത്യത്തിൽ നിന്നും രാജകീയ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധന്മാരുടെ മധ്യത്തിലായിരിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രാജു അച്ഛനാകുന്നതിന് മുമ്പ്, അച്ഛൻ ഇതേപോലെ ഒരു ഡ്രസ് ഇടുന്നതിന് മുമ്പ് അച്ഛൻ ഒരു ബ്രദറായിരുന്നു, കരിസ്മാറ്റിക് ബ്രദറായിരുന്നു. അപ്പൊ എന്നെ വിളിച്ച് 3 ദിവസം അച്ഛന്റെ ടീമില് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഞാൻ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ആരാണെന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴോ അയ്യോ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും ഒരു സോറിയും ഒക്കെ പറഞ്ഞു. സ്തോത്രം. അന്ന് എനിക്ക് ഒത്തിരി മുടിയും താടിയൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനൊരു ധ്യാനഗുരുവായിരുന്ന സമയത്ത് ചെന്നപ്പോഴാണ്. ഈ കഴിഞ്ഞ മാസം കാഞ്ഞിരപ്പള്ളിയിൽ, കരുനാഗപ്പള്ളിയിലെ ഒരു സ്ഥലത്ത് ബൈബിൾ കൺവെൻഷന് പോയി. ഒത്തിരി ആൾക്കാർ വന്നു. അതിന്റെ കൂടെ കുറെ ഫാസ്റ്റേഴ്സും വന്ന് പുറകിലിരുന്നു. അപ്പൊ എന്നെ വിളിച്ച സംഘാടകര് സ്റ്റേജിലിരുന്നില്ല. അവര് ഏറ്റവും പുറകിലിരുന്നു. ഞാൻ മാത്രമേ സ്റ്റേജിലുണ്ടായി. അപ്പൊ പുറകിൽ വന്നിരുന്ന ചില പാസ്റ്റേഴ്സ് ഒരു കമന്റ് പാസ്സാക്കി, മാനസാന്തരപ്പെടാണ്ട് ദേ വന്ന് കയറി നിൽക്കുന്നു. അപ്പൊ ഈ പയ്യൻ പറഞ്ഞോ, ഇപ്പോഴൊന്നും പറയല്ലേ, കൺവെൻഷൻ കഴിഞ്ഞിട്ടും എല്ലാം പറഞ്ഞാൽ മതി. കൺവെൻഷൻ കഴിഞ്ഞു വന്നപ്പോ സ്റ്റേജിലോട്ട് ഓടി വന്നു 2-3 പാസ്റ്റേഴ്സ്. കൈ തന്നിട്ട് പറഞ്ഞു, ഈ വേഷത്തിൽ ആദ്യം കണ്ടപ്പോ വിചാരിച്ച മാനസാന്തരപ്പെട്ടായിരിക്കും കയറി വന്നത്. ഞങ്ങൾക്ക് 2 ദിവസത്തെ ഡേറ്റ് തരണം. അപ്പൊ അവൻ പറഞ്ഞു, വെടിക്കെട്ട് തീർന്നിട്ട് നിങ്ങൾ മിണ്ടിയാൽ മതി എന്ന് പറഞ്ഞു. വേഷത്തിലല്ല, അഭിഷേകത്തിലാ കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്റെ പേര് പള്ളിയില് എന്നെ കുഞ്ഞായിരുന്നപ്പോ മാമോദിസ മുക്കിയപ്പോഴാണ് ഇട്ട പേര് ഐസക് എന്ന്. ഞാൻ ഈ കപ്പുച്ചൻ സഭയിൽ ചേർന്നപ്പോഴെടുത്ത പേരാണ് ക്രിസ്പിൻ എന്ന്. ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് ക്രിസ്പിൻ എന്ന പേരിൽ തന്നെയാണ്. എന്നാൽ എന്റെ ഡോക്യുമെന്റ്സിലെല്ലാം ഞാൻ അറിയപ്പെടുന്ന ഐസക്കായിട്ടാണ്. കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പൂച്ചൻ സഭയിലെ ഒരംഗമായിരുന്നു ഞാൻ. 22 വർഷത്തോളം ഞാൻ സഭയിലുണ്ടായിരുന്നു. അതിൽ 9 വർഷത്തോളം ഞാൻ ആ കപ്പൂച്ചൻ മിഷൻ ധ്യാനത്തിന്റെ ധ്യാന ഗുരുവായിട്ട് പ്രവർത്തിച്ചു. എന്റെ വീട്ടിൽ ഞങ്ങൾ 12 മക്കൾ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും പഴയ ഗവൺമെന്റ് ആണ്. മനസ്സിലായെന്ന് തോന്നുന്നു. അതിൽ 7ാമത്തവനാണ് ഞാൻ മാത്രമേ ഇങ്ങനെ ഈ കർത്താവിന്റെ വേലക്കായിട്ട് പോയിട്ടുള്ളൂ. ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് ഇത് 8ാമത്തെ വർഷമാണ്. 8 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊരു പള്ളിയിൽ 5-6 ദിവസത്തെ ധ്യാനമായിരിക്കും. അതിലൊരു ദിവസം യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അന്നത്തെ ദിവസമാണ് ഒരു പ്രത്യേക വർഗത്തെ കീറുന്ന ദിവസമാണ്. പെന്തക്കോസ്തക്കാരെ കീറുന്ന ദിവസം. സ്തോത്രം. അമ്മയില്ലാത്ത മക്കളാണ് വീട്ടിൽ കയറ്റരുത്. അവരുമായി മിണ്ടിപ്പോകരുത്. 5 മിനിറ്റ് മിണ്ടിയാൽ 6ാമത്തെ മിനിറ്റ് നീ അവന്റെ കക്ഷത്താണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞാൻ അറിഞ്ഞത് മാത്രമാണ് സത്യം, ഞാൻ ആയിരിക്കുന്നത് മാത്രമാണ് സത്യം എന്നുള്ള ധാരണയിൽ വിശുദ്ധ പൗലോസിനെ പോലെ
ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, എന്നാൽ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ പീഡിപ്പിച്ചവനെന്ന ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-5 മുതലുള്ള വാക്യത്തിലാണ് വിശുദ്ധന്റെ സാക്ഷ്യം കിടക്കുന്നത്. വിശുദ്ധ പൗലോസിനെ പോലെ ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ പീഡിപ്പിച്ചു വന്ന വ്യക്തിയാണ് ഈ ഞാൻ. ഹല്ലേലൂയ. ആ എന്നെ 2000 സെപ്റ്റംബറിൽ എന്റെ കർത്താവ് എന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന റാഫിയച്ചനും ഞാനും ഒക്കെ കരിസ്മാറ്റിക്കിൽ ഉണ്ടായിരുന്നവരാണ്. അച്ഛന് ആലപ്പുഴ ഡയസിസില് കരിസ്മാറ്റിക്കിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും അച്ഛനുമായിട്ടൊക്കെ പരിചയമുണ്ടായിരുന്നു. ആ പരിചയം ഞാൻ പിന്നീട് പുതുക്കുന്നത് ഞാൻ കണ്ണൂരിൽ ചെല്ലുമ്പോഴാണ്, 2000. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അറിഞ്ഞു ഇങ്ങനെ റാഫി അച്ഛനെ ഇങ്ങനെ പെന്തക്കോസ്ത് അനുഭവത്തിലാണെന്ന്. അച്ഛൻ താമസിക്കുന്ന പുതിയ തെരുവ് അല്ലെ, അവിടെ ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ കണ്ണൂരിലെ പല ഇടവകളിലെയും പെന്തക്കോസ്ത് സഹോദരങ്ങളെ കീറിക്കൊണ്ട് നടക്കുന്ന സമയമാണ്. അവിടെ പല പള്ളികളും ധ്യാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന സമയം, അങ്ങനെ അച്ഛനുമായിട്ടുള്ള വീണ്ടും റീയൂണിയൻ അല്ലേ, ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ടായി. ഹല്ലേലൂയ. വചനത്തിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ എന്റെ കർത്താവ് എന്നെ അവിടെ വെച്ച് എന്റെ മൂടുപടം നീക്കിത്തരികയാണ്. ഈ പെന്തക്കോസ്ത് വർഗത്തെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു സമൂഹമാണ്. പക്ഷേ എന്റെ കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവൻ എന്നെ കണ്ടിരുന്നു, അവൻ എന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധ പൗലോസ് ഹല്ലേലൂയ ന്യായപ്രമാണം നന്നായിട്ട് അറിയാവുന്നവനാണ്. പക്ഷെ യേശുക്രിസ്തു ആരാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് സഭയെ പീഡിപ്പിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ആ കണ്ണൂര് ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സത്യത്തിലേക്ക് എന്റെ പരിശുദ്ധാത്മാവ് എന്നെ തിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അച്ഛനുമായിട്ടുള്ള ആ കൂട്ടുകെട്ടില് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇടയായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്ന തീരുമാനത്തിൽ അച്ഛൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്നാനപ്പെടണം. സ്തോത്രം. സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മൾ കുഞ്ഞായിരുന്നപ്പോ സ്നാനപ്പെട്ടതാണ്, ഇനി ഒരു സ്നാനത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമുക്ക് ദൈവവചനം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. മർക്കോസ് 16:16 പ്രകാരം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവനല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. ആ ശിക്ഷാവിധിയിൽ നിന്ന് ആർക്കും നമ്മളെ അഡ്വക്കേറ്റ് ഏതെങ്കിലും എക്സ്ട്രാ ഓർഡിനറി അഡ്വക്കേറ്റിനെ നിർത്തിക്കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം. അച്ഛൻ പറഞ്ഞു, ഒന്നും നിർബന്ധത്താൽ അരുത്, ദൈവാത്മാവ് പറയുകയാണെങ്കിൽ മാത്രം ആ ഒരു തീരുമാനം എടുത്താൽ മതി. എന്റെ സഹോദരങ്ങളെ, എന്റെ ജീവിതത്തില് ദർശനം എന്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദർശനം എന്തെന്ന് ഞാൻ കാണുന്നത് ഈ ഒരു സന്ധിയിലാണ്. അതിനു മുമ്പ് ഒരു ദിവ്യമായ ഒരു പ്രകാശം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ പല പുരോഹിതന്മാർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നെന്ന് നാം കേട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ആത്മഹത്യാ പ്രവണത എനിക്കും ഉണ്ടായിരുന്നു. സ്തോത്രം. 92 ഹല്ലേലൂയ. അന്ന് സ്തോത്രം എനിക്ക് വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുഖത്ത് നോക്കി കാര്യം പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞാൻ. ഇപ്പോഴും അതന്നെ. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവമുള്ളവൻ എപ്പോഴും ഒറ്റപ്പെടും. അങ്ങനെ ഒരു ഞെരുങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. പ്രതികാരമെല്ലാം മനസ്സിലുണ്ടായിരുന്നു. ആ പ്രതികാരം തീർക്കാനായിട്ട് എടുത്ത തീരുമാനം ഹല്ലേലൂയ, പൊന്നുരുന്നി കപ്പൂച്ചൻ ആശ്രമത്തിന്റെ പള്ളിയിലെ ആൾത്താരുടെ മുകളിൽ തൂങ്ങിച്ചാകുക എന്നുള്ളതാണ് തീരുമാനം. തീരുമാനമെടുത്ത് 2-3 ദിവസം ഞാൻ ഉറക്കമില്ലാതെ കറങ്ങി നടന്നു. തീരുമാനമെടുത്ത് അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ പോകാൻ വേണ്ടി ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ കൈവച്ച് കിടന്ന് 12 മണി കഴിയാൻ കാത്തിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉണരുന്നത് 4:30 മണിയായപ്പോഴാണ്. ഞാൻ ഉണരാൻ കാരണം അന്ന് ഞാൻ ഒരു ദർശനം കണ്ടു. സ്തോത്രം. അത് ഇപ്പോഴും എനിക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അത്രയും പ്രകാശമാണ്. ഞാൻ ഒരു പ്രകാശം കാണുകയാണ്. ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പള്ളിയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം വിളിച്ചു പറ, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനാണ്, നീ സജീവനായ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ഞാൻ വിറക്കുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ തൂങ്ങാനുള്ള കയറെടുത്ത് മേശപ്പുറത്ത് വെച്ചിരിക്കുക. ഇത് നല്ല സാധനമാണ്.
പ്രത്യേകിച്ച് തൂങ്ങാൻ എടുക്കേണ്ട കാര്യമില്ല, ഇത് തന്നെ മതി. മേശപ്പുറത്ത് വെച്ചു. ഞാൻ എടുത്ത തീരുമാനവും ഞാൻ കണ്ട ദർശനവും എന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് വചനപ്പെട്ടി തുറന്ന, മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ വചനപ്പെട്ടി ഉണ്ട്. അത് തുറന്നപ്പോ ദൈവം എനിക്ക് തന്ന വചനം യെശയ്യായുടെ പുസ്തകം 43 അധ്യായം അതിന്റെ 1-2 വാക്യം, നീ എന്റെ സ്വന്തം, ഇന്ന് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു കുഞ്ഞിനെ പോലെ ഞാനിരുന്ന് കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഒരു വചനം കൂടി എടുത്തു. എന്റെ കർത്താവ് എനിക്ക് തന്ന വചനം, നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സ്തോത്രം. മുട്ടയിൽ നിന്ന് കരഞ്ഞ് ഞാൻ നേരം വെളുത്തപ്പോ എനിക്ക് ശത്രുതയുള്ള എല്ലാ അച്ഛന്മാരുടെ അടുത്തും പോയി ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ മാപ്പ് പറയാൻ ചെന്നപ്പോ അച്ഛന്മാര് പറഞ്ഞത്, ആഹാ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ മുട്ടുമടക്കുമല്ലേ. വളരെ എളിമയോടെ ഞാൻ മുട്ടുമടക്കി. സ്തോത്രം. ഹല്ലേലൂയ. 93 ഹല്ലേലൂയ എന്റെ കർത്താവ് എന്നെ ഉയർത്തി പൗരോഹിത്യത്തിലേക്ക്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അതിനുശേഷം ഞാൻ കാണുന്ന ദർശനമാണ് സ്നാനപ്പെടണമെന്നുള്ള ഗുസ്തി വന്നപ്പോ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ച സമയത്ത് ദൈവാത്മാവ് അന്ന് എനിക്ക് കാണിച്ചു തന്ന ദർശനമെന്ന് പറയുന്നത്, സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ കർത്താവ് സ്നാനപ്പെടുന്ന ദർശനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. സ്തോത്രം. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെ അച്ഛൻ എന്റെ കണ്ണൂരിൽ ഒരു ഒഴുകുന്ന പുഴയിൽ, റാഫി അച്ഛൻ തന്നെ, ആ പുഴയുടെ പേര് ആലപ്പുഴ, ആലക്കോട്. സ്തോത്രം. ഹല്ലേലൂയ. ആ പുഴയിൽ എന്നെ സ്നാനപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടുമ്പോ ഞാൻ ആരെയാണ് ഏറ്റവും കൂടുതൽ വെറുത്തത്? ആ സമൂഹം എന്റെ ചുറ്റിനും ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് സഹോദരങ്ങൾ. ആ സ്നാനപ്പെടുന്ന ഫോട്ടോ അന്ന് അവരെടുത്തിരുന്നു. ഈ സ്നാനപ്പെട്ടതിന് ശേഷം 1 മാസത്തോളം ഞാൻ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പോകുന്നില്ല. കാരണം ചില ധ്യാന പരിപാടിയൊക്കെ തീർക്കാറുണ്ട്, ചില കണക്കുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. കണക്ക് കൊടുക്കാതെ പോന്നാൽ അവർ പറയും പണം അടിച്ചിട്ട് പോയെന്ന് പറയും. എന്റെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. കണക്കുകൾ തീർത്ത് ഏറ്റവും അവസാനം ഞാൻ ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കുട്ടികളെയാണ്. ആ കുട്ടികളെ ധ്യാനിപ്പിക്കാനായിട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് പോന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ കണ്ണൂർ ആശ്രമത്തിൽ ജോസഫ് അച്ഛൻ ഒരു ഫോൺ ചെയ്യുന്ന, ക്രിസ്പിനച്ച കണ്ണൂരിലെ ആൾക്കാരെല്ലാം കൂടി വന്ന് ഇവിടെ നിന്ന് ഭയങ്കര പ്രശ്നം, ഒരു ഫോട്ടോയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അതെന്ത് ഫോട്ടോയാ? അച്ഛൻ കണ്ണൂരിൽ ഏതോ പുഴയിൽ സ്നാനപ്പെടുന്ന ഫോട്ടോ ആ പെന്തക്കോസ്ത് മാഗസിനിൽ അടിച്ചു വന്നിരിക്കുന്നത്. ധ്യാനഗുരു സ്നാനപ്പെട്ടു. മതിയല്ല ലോകം ഇളകാൻ പറ്റിയത്. അച്ഛൻ പറഞ്ഞു, ഇത് സത്യമാണോ? അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞു, സത്യമാണ്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പോകാനായിട്ട് ഞാൻ സ്നാനപ്പെട്ടു. അപ്പൊ ഉടനെ പറഞ്ഞു, ഇങ്ങോട്ട് വരരുത്, ആൾക്കാരെല്ലാം കൂടി തല്ലിക്കീർ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ധ്യാനം കഴിഞ്ഞ് രാത്രി ഞാൻ ചെന്നു, അച്ഛനോട് കാര്യം പറഞ്ഞു, സുപ്പീറിനോട് കാര്യം എഴുതി. കപ്പുച്ചൻ സഭ ഇത്ര നാൾ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും അനുഗ്രഹത്തിനും നന്ദി. ഞാൻ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോകാൻ തീരുമാനിച്ചു. ഞാൻ അതിന് പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ചു വേണം വിടാനായിട്ട് എന്നൊരു ലെറ്റർ എഴുതി. പക്ഷെ എന്റെ പ്രൊവിൻഷ്യൽ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ ലെറ്റർ കിട്ടി, ഞാനത് വലിച്ചു കയറി ചവിറ്റുകൊട്ട ഇട്ടിട്ടുണ്ട്, ഇയാളെങ്ങും പോകുന്നില്ല, ഇയാളെ ഞാൻ വിടത്തില്ല. അച്ഛൻ അത്രയും സ്നേഹമായിരുന്നു എന്നോട്, ഗോഡ്വിൻ അച്ഛൻ. അച്ഛൻ എല്ലാ അച്ഛന്മാരോടും മേലധികാരികൾ ചോദിക്കുന്ന ചോദ്യം ഈ അച്ഛൻ എന്നോടും ചോദിച്ചു, ക്രിസ്പിൻ ഇവിടെ താൻ പോയാൽ ഇയാൾ എങ്ങനെ ജീവിക്കും? അച്ഛന്മാരുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. കാരണം അച്ഛന്മാർക്ക് ആകെപ്പാട് അറിയാവുന്ന തൊഴിൽ കുർബാന തൊഴിലാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഏലിയാവിനെ പോറ്റിയവൻ. സ്തോത്രം. ഒരു കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റാമെങ്കിൽ എന്റെ കർത്താവ് എന്നെ പോറ്റും. എന്റെ കർത്താവ് എന്നെ പോറ്റും. ഒന്ന് കരങ്ങളടിച്ച്, ഒന്ന് കരങ്ങളടിച്ച്, ഒന്ന് കരങ്ങളടിച്ച്, ഒന്ന് കരങ്ങളടിച്ച്. ഓ, നമ്മളെ അത്ഭുതകരമായ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവാണ് എന്നെ നിന്നെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇറങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അതില് ഫിലിപ്പിയർ 3:5 മുതലുള്ള വാക്യത്തില് പൗലോസ് പറയുകയാണ്, ഞാൻ എല്ലാം അവന്റെ നാമത്തെ പ്രതി ചപ്പും ചവറുമായി എണ്ണിയെന്നോ. ഇറങ്ങി. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ കുരിശെന്ന് കേട്ടിട്ടേ ഉള്ളു. സ്നാനപ്പെട്ടതിന് ശേഷമാണ് കുരിശെന്തെന്ന് ഞാൻ അറിയേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സാധാരണ ഹോളിഡേയ്സിന് വീട്ടിൽ പോകാറില്ല. വീട്ടിൽ ഹോളിഡേയ്സിന് പോയി. ഹല്ലേലൂയ. സ്തോത്രം. സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ചതെന്ന് റാഫി അച്ഛന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഞാൻ വീട്ടിൽ വന്നു. എന്റെ വിചാരം എന്റെ സഹോദരങ്ങൾ എന്നെ 4 കൈയും കൊണ്ട് സ്വീകരിക്കുമെന്നാ. പക്ഷേ അനുഭവം നേരെ മറിച്ചായിരുന്നു. സ്തോത്രം. ശിഷ്യത്വത്തിന്റെ വില എന്തെന്ന് അറിയുന്നത് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. സഹോദര സഹോദരി, നീ ഈ പുസ്തകം കയ്യിലെടുത്താൽ നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ കുടുംബക്കാരെല്ലാം കണ്ണേ പുറലെ കട്ടണ്ടി തേങ്ങാപ്പാലെ കപ്പപ്പൂട്ടെന്നും പറഞ്ഞൊക്കെ ഇപ്പൊ നക്കി പലതും ഇരിക്കുന്നില്ലേ? അവരുടെ സ്നേഹം സത്യമാണെന്ന് അറിയണമെങ്കിൽ ഇതെടുത്തിട്ട് പറ, ഇതനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂന്ന്. അപ്പോഴറിയ ഈ സാത്താനെല്ലാം നിന്നെ വിട്ടുപോകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ അടുത്ത് ചോദിച്ചു, എന്താ പോണില്ലേ? 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ചോദിച്ചു, അച്ഛൻ എന്താ പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ആവശ്യത്തിന് വന്നിരിക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്, ഉടനെ പോകുന്നില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവരെങ്ങനെയോ ആലപ്പുഴ കപ്പൂച്ചിൻ ആശ്രമത്തിൽ ചെന്ന് ചോദിച്ചു, എന്താ കാരണം? അപ്പൊ അവര് പറഞ്ഞു, ക്രിസ്പനച്ചൻ ഏതോ ഒരു ബന്ധക്കോസ് കുളത്തിൽ പോയി സ്നാനപ്പെട്ടെന്ന് കേട്ടാ തിരിച്ചു വന്നാൽ ഞങ്ങൾ എടുക്കും. അങ്ങനെ അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടിൽ വന്ന് എന്റെ കുടുംബക്കാരെന്നെ ഈ ഹല്ലേലൂയ സ്തോത്രം തേനീച്ച പൊതിയണ പോലെ പൊതിഞ്ഞ്. ഒരു കുടുംബത്തിലൊരു പുരോഹിതൻ എന്നൊക്കെ പറയുമ്പോൾ കുടുംബത്തിലൊരു ആനയുള്ള പോലെയാണ്. പക്ഷേ സ്തോത്രം, എന്റെ സഹോദരങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട്. അവരുടെ ആ രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങായ ഏത് സമയം എടുത്ത് പുറത്തു വിട്ടു. സ്തോത്രം. അങ്ങനെ സാത്താൻ എന്റെ സഹോദരന്റെ വേഷത്തിൽ അവിടെ വരികയെ. എന്റെ ഒരു സഹോദരൻ കാനഡയിൽ ജോലി ഉണ്ട്. അദ്ദേഹം അന്ന് 2000 ഹോളിഡേയ്സ് ഉണ്ട്. എന്നോട് പറഞ്ഞു, എന്നാ ക്രിസ്മസ് ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ കാനഡയ്ക്ക് പോരി, ഫ്രീ ആയിട്ട് പോകാം. അവിടെ ഏതെങ്കിലും ഒരു ബിഷപ്പായിട്ട് സംസാരിച്ചിട്ട് അവിടെ പുരോഹിതനായിട്ട് തുടരാം. എന്റെ മുൻപിലുള്ള പ്രലോഭനത്തിന്റെ ഒരു വഴിയാണ്. സാധാരണ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ കൊതിച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് ചാടാൻ. എന്തിനാണെന്നറിയാം? പൂത്ത പണം കിട്ടും, പൂത്ത പണം. ഞാൻ പറഞ്ഞു, അതിമനോഹരമായ ഒരു രാജ്യത്ത് പോകാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, കാനഡയേക്കാൾ. സ്തോത്രം. അപ്പൊ എന്റെ സഹോദരങ്ങൾ ചോദിച്ചു, അതേത് രാജ്യം? കാനഡയേക്കാൾ മനോഹരമായ രാജ്യമാണ്. ഞാൻ പറഞ്ഞു, അതെ, എന്റെ കർത്താവിന്റെ രാജ്യം, എന്റെ കർത്താവിന്റെ രാജ്യം. സ്തോത്രം, സ്തോത്രം. പക്ഷെ അന്നും മനസ്സിലായില്ല, എന്റെ സഹോദരങ്ങൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല അതേത് രാജ്യമാണ്. അപ്പൊ ഇന്ന് ചോദിച്ചു, പോകത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങളെ അങ്ങ് ഫോഴ്സ് ചെയ്യുന്നതെന്ന്. ഞാൻ കാനഡയ്ക്ക് പോയാൽ നിങ്ങൾക്ക് പൂത്ത പണം കിട്ടും. പക്ഷെ എന്റെ ലക്ഷ്യം പണമല്ല, എന്റെ ലക്ഷ്യം ആത്മാക്കളെയാണ്. എനിക്ക് വേണ്ടത് ആത്മാക്കളെയാണ്. സ്തോത്രം. സഹോദരങ്ങളെ, ആ സമയത്ത് അച്ഛാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിന്ന എന്റെ സഹോദരങ്ങളുടെ കളറങ്ങ് മാറി. എല്ലാവരും കൂടി ഒരുമനപ്പെട്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞ്, ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞു. സ്തോത്രം. ആ സമയത്ത് എവിടെ പോകണമെന്ന് അറിയത്തില്ല. 15 ദിവസം തന്ന വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 15 ദിവസം. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ, സഹോദരങ്ങൾ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ കരം ഞാൻ കാണുന്നത് അപ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രയാസ ഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത അച്ഛൻ പൊങ്ങുന്നത്, ഈ ഏണസ്റ്റ് അച്ഛന്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് അച്ഛൻ ബിലീവേഴ്സ് ചർച്ചിലുണ്ട്. സ്തോത്രം. ഈ അച്ഛൻ പറഞ്ഞു, ക്രിസ്മൻ, ഞാനൊരു അച്ഛനെ പരിചയപ്പെടുത്തി തരാം. സ്തോത്രം. ഞാൻ അത് ചോദിച്ചു, അതാരാ? മാർസലിൻ ജെ മൊറൈസ് അച്ഛൻ. ഞാൻ അച്ഛനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ എന്റെ സഹോദരങ്ങൾ പറഞ്ഞു, കാനഡയിൽ പോകാൻ ഒരുങ്ങിക്കോ. ഇവരെന്തൊക്കെയോ ചട്ടം കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ മാർസലിൻ അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛന്റെ കൂടെ ഒരു 5-6 ദിവസം ഉണ്ടായിരുന്നു. എന്റെ സഹോദരൻ കാനഡയ്ക്ക് പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ വീട്ടിൽ പോയത്. സ്തോത്രം. ഇത് കയ്യിലെടുത്താൽ ശിക്ഷത്വത്തിന്റെ വില എന്തെന്ന് അപ്പോഴറിയും. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് താമസം മാറ്റി, അങ്ങോട്ട് മാറി. അവിടെ മാറിയതിനു ശേഷം 6-7 മാസം കഴിഞ്ഞപ്പോ ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. അപ്പോഴെന്റെ കുടുംബക്കാര് പറഞ്ഞു, സ്തോത്രം, നിനക്ക് മക്കളുണ്ടാകാതെ പോട്ടെ. സാധാരണ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, കത്തോലിക്ക പുരോഹിതന്മാര് പെണ്ണ് കെട്ടാൻ വേണ്ടി ഇറങ്ങുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടെ യാക്കോബ് അച്ഛന്മാര്, ഓർത്തഡോക്സ് അച്ഛന്മാര്, CSHമാര് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. ഇവര് കുടുംബമായിട്ട് എന്തിനാ ഇറങ്ങിയത്? ആരെ കെട്ടാനാ? ഒന്നുകൂടെ കെട്ടാനാ? സ്തോത്രം. ചിലര് പറയും കക്കാൻ പറ്റാഞ്ഞിട്ട് ഇറങ്ങിയതാണെന്ന്. അങ്ങനെയെങ്കിൽ അകത്തിരിക്കുന്നവരെല്ലാം കട്ടോണ്ടിരിക്കുകയാണ്.
സാത്താൻ കൊണ്ട് ഇട്ടിരുന്ന ചിന്തകൾ. എന്റെ കുടുംബക്കാർ പറഞ്ഞു, നിനക്ക് മക്കളുണ്ടാകാതെ പോട്ടെ. സ്തോത്രം. സന്താന സൗഭാഗ്യം കുടുംബക്കാരുടെ അനുഗ്രഹമൊന്നുമല്ല. സന്താന സൗഭാഗ്യം യഹോവയുടെ അനുഗ്രഹമാണ്. അവന്റെ കൃപ കൊണ്ട് എനിക്കൊരു കുഞ്ഞുണ്ട്. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. 3 വർഷത്തോളം ഞാൻ ബിലീവേഴ്സ് ചർച്ചിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചില സത്യങ്ങൾ മനസ്സിലായത്. എന്നെ കർത്താവ് പിടിച്ചിറക്കിയത് വലിയൊരു അടിമത്തത്തിൽ നിന്നാണ്. വറിചട്ടിയിൽ നിന്ന് എന്നെ എടുത്ത് എരുതിയിലിട്ട് അനുഭവമായി പോയി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ വന്നത് ഒരു മനുഷ്യന്റെ അടിമകനല്ല, നിന്റെ വചനം ഉയർത്താനാണ്, നിന്റെ നാമത്തെ ഉയർത്താനാണ്. എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ബിഷപ്പായപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട്, സ്തോത്രം, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ പരിചയപ്പെടുത്തി തന്ന ആളാണ് ഈ 75 വയസ്സുള്ള ചെറുപ്പക്കാരനായ ജോസഫ് മനക്കലച്ചൻ. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നെ, ഹല്ലേലൂയ, സ്തോത്രം, പൊതു ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഉയർത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സ്തോത്രം, കർത്താവ്, ഞാൻ എല്ലാം തികഞ്ഞവനെന്നല്ല, ഞാൻ എല്ലാം നേടിയെന്നല്ല, നേടാമെന്നുള്ള ലാക്കാക്കി ഞാൻ ഓടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ 2 പെന്തക്കോസ്ത് സഹോദരങ്ങളുടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച വചനം പിന്നീട് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്ന്, 1998 ലണ്ടനിൽ മലയാളികളെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു കത്തോലിക്ക ഭവനത്തിൽ എന്നെ കൊണ്ടുപോയി. 1.5 മാസത്തോളം ലണ്ടനിലുണ്ടായിരുന്നു. കൊണ്ടുപോയ കാരണം ഇതാണ്, ആ കത്തോലിക്ക ഭവനത്തിലെ ഒരു സഹോദരൻ പെന്തക്കോസ്ത് അനുഭവത്തിൽ പോയി. അവനെ കൊണ്ടുവരാനാണ് എന്നെ കൊണ്ടുപോയത്. പിടിച്ചതിനേക്കാൾ വലുത് അളയല്. ഞാൻ ആ വീട്ടിൽ ചെന്നു. സ്തോത്രം. ഉടനെ ആ സഹോദരൻ, ഞാൻ ചെന്ന് കയറി ഇരുന്ന് ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പം ആ സഹോദരൻ എണീറ്റിട്ട് ഇങ്ങനെ നിന്ന്, അച്ഛാ, ഒരു ദൂതുണ്ട്, പറയട്ടെ. ഈ ദൂതെന്നൊക്കെ പറയുമ്പോ പെന്തക്കോസ്തക്കാരന്റെ കോലാണല്ല അന്നത്തെ ചിന്താഗതി. ഞാൻ പറഞ്ഞു, എന്താ ദൂത്? യോഹന്നാൻ 8:31-32 വാക്യങ്ങൾ. അച്ഛൻ അറിയാം ഇതെന്താണ്? ഞാൻ പറഞ്ഞു, പറ, എന്താ? അച്ഛൻ ഈ സത്യം അറിയാം. അച്ഛനെ കർത്താവ് സ്വതന്ത്രനാക്കും. അച്ഛനൊരു കറ തീർന്ന പെന്തക്കോസ് അച്ഛനാകും. ഞാൻ അവനെ അന്ന് അവിടെ വെല്ലുവിളിച്ചിട്ട് ഞാനിങ്ങി പോന്നു. 2000 സ്തോത്രം 4-ാം പ്രാവശ്യം തിരുവനന്തപുരം രൂപതയിലുള്ള വലിയതുറ പള്ളിയിൽ 4-ാം പ്രാവശ്യം ഞാൻ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ 3 പ്രാവശ്യം ചെന്ന് 3 വർഷം അവിടെ വലിയതുറ പള്ളിയിലെ വേളാങ്കണ്ണി മാതാവിന്റെ കുരിശടിയിൽ ചർച്ച് ഓഫ് ഗോഡും AG ചർച്ചും ഉണ്ട്. ഈ 2 സഭയിലുള്ള പെന്തക്കോസ്ത് സഹോദരങ്ങളെ കീറിയിട്ടാ പോകുന്നത്. 4-ാം പ്രാവശ്യം ചെന്നു. 4-ാം പ്രാവശ്യം ചെന്ന് കീറി തിരിച്ചു വരാനായിട്ട് ഒരു കത്തോലിക്ക ഭവനത്തിൽ അത്താഴം കഴിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. തിരിച്ചു വരുന്ന വഴി 2 സഹോദരങ്ങൾ വന്നിട്ട് പറഞ്ഞു, ക്രിസ്പിനച്ച, ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, എന്താ? 3 വർഷം വന്ന് ഞങ്ങളെ കീറി. അച്ഛൻ പറഞ്ഞ കാരണം ഞങ്ങളെ പലരെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിന് സാക്ഷി ദേ ഇവിടെ ഇരിപ്പുണ്ട്. മനക്കലച്ചൻ ചെന്നപ്പോ പലരും പറഞ്ഞു ആ സാക്ഷ്യം. എന്താ കാരണം എന്നറിയാവോ? നമ്മുടെ അഞ്ജലി പോളിനെ ഞാൻ സ്നാനപ്പെടുത്തിയ വിവരം അവര് പെന്തക്കോസ് മാഗസിനിലൂടെ അവരറിഞ്ഞപ്പോ അവർക്ക് എന്തു സന്തോഷമായിരുന്നെന്നറിയാവോ? ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇടയാക്കിയ അച്ഛൻ കന്യാസ്ത്രീയെ സ്നാനപ്പെടുത്തിയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരൻ പറഞ്ഞോ, അച്ഛനൊരു ദൂതുണ്ട്. 4-ാം പ്രാവശ്യം അച്ഛൻ ഞങ്ങളെ കീറിയില്ലേ, ഇത് ഒടുക്കത്തെ കീറല. ഞാൻ പറഞ്ഞു, അതെന്തുവാ? അച്ഛനെ ഈ സത്യം അറിയും. അച്ഛന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അച്ഛനെ കർത്താവ് സ്വതന്ത്രനാക്കും. സ്തോത്രം. ഹല്ലേലൂയ. 2000 എന്റെ കർത്താവിന്റെ മൂടുപടം മാറ്റിയത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളെ പോലുള്ളവർ പഠിക്കുന്നത് 14 വർഷമാണ്. കപ്പുച്ചിൻസിന് 14 വർഷമാണ് പഠിത്തം. സ്തോത്രം. ഈ എന്നെ പോലുള്ള ഒരു അച്ഛനെയും ഒരു പെന്തക്കോസ് പാസ്റ്ററിനെയും കൂടെ കൊണ്ട് നിർത്ത്. പെന്തക്കോസ് പാസ്റ്റേഴ്സൊക്കെ പഠിക്കുന്നത് 4-5 വർഷമാണ്. ആരായിരിക്കും ഈ വൈദികൻ എന്ന് പറയുന്ന ഈ വൈദികൻ? ഒരു മണിക്കൂർ കൊണ്ട് എന്റെ വെടി തീരും. ഈ പെന്തക്കോസ് പിന്നെയും കത്തിച്ചുകൊണ്ടേ നിൽക്കും. അഭിഷേകത്തിന്റെ വ്യത്യാസമാണ്.
ഇതെഴുതിയത് മനുഷ്യനല്ല, ദൈവാത്മാവാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവവചനം പഠിപ്പിക്കുന്നത് മനുഷ്യനല്ല, ദൈവാത്മാവാണ്. ദൈവാത്മാവിനാൽ സകലരും പഠിപ്പിക്കുമെന്നുള്ള വചനമാണ്. ദൈവാത്മാവ് വിളിച്ചിറക്കുന്നതാണ്, അല്ലാതെ മനുഷ്യൻ ഇറക്കുന്നതല്ല. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നീ തന്ന ഈ വെളിച്ചത്തിനായി സ്തോത്രം, നീ തന്ന ഈ ആത്മീയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പാ, ഞങ്ങളെ ഈ രാജകീയ പൗരോഹിത്യത്തിലേക്ക് നീ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്ന് നീ വിളിച്ചിറക്കിയതിനായി സ്തോത്രം. പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുവാനായി വിളിക്കപ്പെട്ട യഥാർത്ഥ പടയാളികളായി അഭിഷേകത്തോടെ നിൽക്കുവാൻ, അനേകം അഗ്നിജ്വാലയിൽ നിൽക്കുന്ന അനേകരെ തീച്ചൂളയിൽ വലിച്ചൂരി രക്ഷിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചിറക്കിയതിനായി സ്തോത്രം. അപ്പ, നമുക്ക് കരങ്ങളെ കോർത്തു പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഓ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഇപ്പോൾ തന്നെ നസ്രേന യേശുവിന്റെ അധികാര നാമത്തിൽ ഹല്ലേലൂയ പാരമ്പര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ, അതര ജൽപ്പനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. അല്ല, സാത്താൻ കെട്ടിയിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ അഴിയട്ടെ. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ വിഷയം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പാസ്റ്റർ കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ ഒരു പ്രാർത്ഥന നടക്കുകയാണ്. അവിടെ ഒരു 15 വയസ്സുള്ള അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യനെ ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞൊരു പയ്യനാണ്. അവൻ മുസ്ലിമാണ്. അവനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കാൻ ഒരിക്കൽ കൂടി കരങ്ങൾ കോർത്തു പിടിച്ച ആ മകന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പാ, 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 ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, അത് ബലമുള്ള പ്രാർത്ഥനയാണെന്ന് കർത്താവേ. അപ്പാ, ആ മകനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനമയച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ രക്തത്തിന് കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ, ഏകമനപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് എന്റെ നാമത്തിൽ എന്റെ പിതാവിനോട് ചോദിക്കുന്നു അത് ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൗഖ്യം ഭാവിക്കുമെന്നുള്ള വചനപ്രകാരം നിന്റെ അടിപ്പിണരിനാൽ ആ മകന് നീ പൂർണ്ണമായി വിടുതൽ കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. അവൻ സമൂഹത്തിന്റെ മുമ്പിൽ എണീറ്റ് നിന്ന് നിന്നെ സാക്ഷീകരിക്കുവാൻ, അവനൊരു യഥാർത്ഥ ശിഷ്യനായി തീരുവാനായി ആ പൈതലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നിന്റെ കരം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആ രോഗത്തിന്റെ ദുരാത്മാവ് ഇപ്പോൾ തന്നെ ആ മകനെ വിട്ടുപോയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അപ്രകാരം നടക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാധാരണ സാക്ഷ്യവും വചന മെസ്സേജും കൂടി 2-2.5 മണിക്കൂറാ പോകുന്നത്. ഈ സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ വിടുതൽ പ്രാപിക്കും. നമ്മളെ കർത്താവ് വിടുതൽ പ്രാപിച്ച് നമുക്ക് വിടുതൽ തന്നത് 4 തലങ്ങളാണ്. 1, വിഗ്രഹാരാധനയുടെ നടുവിൽ നിന്ന്. 2, ഹല്ലേലൂയ, മിശ്രൻ ദേശത്തു നിന്നുള്ള വിടുതൽ, പാവത്തിന്റെ നടുവിൽ നിന്നുള്ള വിടുതൽ. 3, നമ്മൾ ഹല്ലേലൂയ മരിച്ചാണ് ജനിക്കുന്നത്, അവിടുന്ന് ഒരു വീണ്ടും ജനനം കർത്താവ് നമുക്ക് തന്ന. 4, ഹല്ലേലൂയ മത പൗരോഹിത്യത്തിൽ നിന്ന് അവൻ എന്നെ രാജകീയ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തി. ഹല്ലേലൂയ, രാജകീയ പൗരോഹിത്യമുള്ള ദൈവമക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, സുവിശേഷ ധർമ്മം എന്ന ആ കർത്താവിന്റെ കൽപ്പന അനുഷ്ഠിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, തുടർന്നുള്ള ശുശ്രൂഷയിൽ നമുക്കെന്ന് നമ്മളെ തന്നെ ഒരുക്കാം.